അതെ, എപ്പോഴെങ്കിലും ഉറപ്പായിട്ടും. ഈ അധ്യാപികയുടെ ഫോണിലേക്ക് ഈ ഈ ലോൺ ആപ്പുകാരുടെ കോള് വന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഈ ലോൺ ആപ്പുകാരുടെ ഇതിലൊരു കഥാപാത്രമാണോ നിങ്ങളുടെ ദൃഷ്ടിയിൽ? നിങ്ങൾ ആർക്ക് വേണമെങ്കിലും മറുപടി പറയാം. ഞാൻ അന്ന് ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നേ. അപ്പം ആ ഹോസ്പിറ്റലിൽ അവൻ അത്രയും സീരിയസ് ആയിട്ട് കിടന്നപ്പോൾ ഞാൻ അറിയുന്നത് ഇങ്ങനെ ലോൺ ആപ്പിന്റെ ഇഷ്യൂ ഉണ്ട്. മാമിന് ഇങ്ങനെ നിരന്തരം കോൾസ് മെസ്സേജസ് OTP, മാമിന് ഇങ്ങനെ ഒരു ഞാൻ പൈസ അടച്ചില്ല വീണ്ടും വീണ്ടും വിളിക്കും എന്നൊരു ഭീഷണി, അങ്ങനെ മെസ്സേജസ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അതെല്ലാം സത്യം തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് ഇപ്പം ഇവന്റെ ഈ ഇൻസിഡന്റിലേക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അതിനെപ്പറ്റി എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മോളെ, ഈ ലോൺ ആപ്പുകാരുടെ ഇടപെടൽ കൊണ്ട് ഈ നിതിൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നതായി എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അന്നാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. എനിക്ക് തോന്നുന്നു എന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ആയാലും അന്നാണ് ഈ കാര്യം അറിയുന്നത്. ഞങ്ങളോട് ആരോടും ഈ കാര്യം ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. ആക്ച്വലി ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഓഫീസിൽ വെച്ചിട്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി മെഡിക്കൽ കോളേജിലേക്ക് പോയി 5th ഫ്ലോറിൽ നിന്ന് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് എന്താണ് പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ ആ മീറ്റിംഗിൽ നടന്ന എന്താണ് സംഭവം എന്ന് അറിയണം. അത് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഈ ആർച്ചയും കീർത്തിയും അറിയാൻ വേണ്ടി ഞാൻ പറയാം, നിങ്ങൾ ഇതൊക്കെ പുറത്ത് പറയാൻ കാണിക്കുന്ന ധൈര്യം തീർച്ചയായിട്ടും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സാധാരണ പെൺകുട്ടികളൊക്കെ ഇത് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുലുമാലാവുമെന്ന് വിചാരിച്ചൊരു ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അവരിന്ന് വ്യത്യസ്തരായി നിങ്ങളൊക്കെ തുറന്ന് പറയുന്നു. കാര്യം ഇതൊക്കെ നിങ്ങൾ പറയണം, മറ്റു കുട്ടികൾക്കും അവിടെ പഠിക്കേണ്ടതല്ലേ. ഈ 12:30 മണിയോട് അടുപ്പിച്ചിട്ടാണല്ലോ നിതിൻ ഈ കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ താഴേക്ക് ചാടിയെന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ ആർച്ച ഈ നിതിൻ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത്? ഞങ്ങള് ഇവൻ ഈ ഒരു ഇൻസിഡന്റ് ഒരു 2:30 ടൈം എന്തോ ആണെന്ന് ഞാൻ അറിഞ്ഞത്. കാരണം നമുക്ക് 2 മണിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ നിതിൻ വന്നിട്ടില്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് 2 മണിക്ക് ശേഷം നമ്മൾ ക്യാൻറ്റീനിൽ പോയി ഫുഡ് എടുത്തപ്പോഴായി കാര്യം അറിയുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഓർഡർ ചെയ്ത. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ അറിയുന്നത് നിതിൻ മരിച്ചു. ഞങ്ങൾ അതുവരെ O- ബ്ലഡിന് വേണ്ടി ഞങ്ങൾ ഓട്ടുമായിരുന്നു. അവന് വേണ്ടി O- ബ്ലഡിന് വേണ്ടി ഞങ്ങൾ പുറത്തുനിന്ന് ഒരാൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മരിച്ചു എന്ന് തന്നെ പൊട്ടും സഹിക്കാൻ പറ്റില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ കോളേജ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, O- ബ്ലഡ് ആവശ്യമുണ്ട്, എമർജൻസി ആണെന്ന് പറഞ്ഞിട്ട്. ബട്ട് നമ്മളാരും അറിയുന്നില്ല ഇതാണ് സംഭവം, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് എന്ന് നമ്മളാരും അറിയുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഇങ്ങനൊരു കുട്ടി. കാരണം ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ഒരു കുട്ടിയായിരുന്നു. മാത്രമല്ല അവനെക്കുറിച്ച് ആ വീട്ടുകാർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീര് തോരാൻ ഇനി ഒരിക്കലും അവസരം കിട്ടില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാര്യം ജീവിതം അവർക്ക് ആകെ ശൂന്യതയായിരിക്കും. അതിനിടയിലാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്, അവിടെ പ്രതിഷേധ സമരങ്ങൾ ശക്തമായതോടെ അവിടെ സമരങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ക്യാമറ ഏർപ്പെടുത്തി മാനേജ്മെൻറ്റ്. ഈ മാനേജ്മെൻറ്റും ഒരു കടുത്ത നിലപാടെടുക്കുന്ന കക്ഷികളാണോ? എന്താണ് അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഈ ക്യാമറയുടെ കേസ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴും ഇതൊക്കെ അറിയുന്നത്. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ മോശമാണ്. കാരണം സ്റ്റുഡൻസിന് എന്തായാലും സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഞങ്ങൾക്ക് എന്താണോ പ്രശ്നം അത് അവർ മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അവർ കേൾക്കേണ്ടത് അവരെ കാര്യങ്ങളാണ്. അത് ഇങ്ങനെ ക്യാമറ കൊണ്ട് നിരീക്ഷിക്കുക, അതൊക്കെ വളരെ മോശമാണ്. ഞങ്ങൾ ഇന്നലെ കോളേജിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റുഡൻസിൻ്റെ അടുത്തായിരുന്നാലും യൂണിയൻ്റെ അടുത്തായിരുന്നാലും ഇന്നലെ ഞങ്ങൾ ആ വീട്ടിൽ പോയി അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണ് എന്നുള്ള കാര്യം ഞങ്ങൾ അവിടെ സ്റ്റുഡൻസ് യൂണിയനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും നമുക്ക് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നുള്ള ഒരു നിലപാടിലാണ് കുട്ടികളുള്ളത്. ഇപ്പോൾ ഈ പ്രതിഷേധത്തിനിടെ ഇന്നലെ പ്രതിഷേധക്കാരിൽ ആരോ പറയുന്നുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചു. അതായത് ഈ നിതിൻ്റെ നെടുമങ്ങാട്ട് വീട്ടിൽ ആരും പോയതുപോലുമില്ല, ഒരധ്യാപകൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. കാരണം ഒരു മരണം നടന്ന വീടാണ്. തീർച്ചയായിട്ടും നമ്മളൊരു സ്വാഭാവിക മര്യാദയുടെ ഭാഗമായിട്ടെങ്കിലും അവിടെ പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഈ കോളേജ് മാനേജ്മെൻറ്റും അധ്യാപകർക്കും ബാധ്യതയുണ്ട്. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാതി ഒരു യൂണിയൻ നേതാവ് പറയുന്നത് കേട്ടു. എന്താണ് സത്യം? ഇതുവരെയ്ക്കും ആരും വന്നിട്ടില്ല. ഇന്നലെ ഞങ്ങളാണ് ആദ്യമായിട്ട് കോളേജിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ്. ലൈക്ക് വേറെ ആരും ഇതുവരെയ്ക്കും വന്നിട്ടില്ല. സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തന്നെ. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം തൊട്ട് തന്നെ നമുക്ക് ലീവായിരുന്നു, കോളേജിന് ഫുൾ ലീവായിരുന്നു. പിന്നെ അവിടെ പൊതുദർശനത്തിന് വെച്ചപ്പം എല്ലാവരും വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ സ്റ്റാഫ് ആരും ഇന്നുവരെ വന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് അത് വരേണ്ടതാണ്. ഈ മൃതദേഹത്തിൻ്റെ മേളിൽ ID കാർഡൊക്കെ വെച്ച് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളുടെ ചിത്രം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇനി ഒരു ക്യാമ്പസിലും ഇത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള
കാര്യം കൂടി ദീനരോധനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇടയ്ക്കൊക്കെ അവിടെ പോവുക, അവരോടൊക്കെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക. നിങ്ങൾ അവരോട് സംസാരിച്ചോ? അമ്മയോട് അച്ഛനോട് സംസാരിച്ചായിരുന്നോ? അമ്മയോട് അച്ഛനും സംസാരിച്ചു. പക്ഷെ ഇന്നലെ തന്നെ ഇത് കഴിഞ്ഞ ശേഷം എനിക്ക് പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വേറെ കോളേജിൽ നിന്നും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എല്ലാ കോളേജിലും ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അത് ആരും അറിയുന്നില്ല. എന്തായാലും ആർച്ച് പറഞ്ഞ് നന്നായി, നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ കോളേജിലും ഇതൊക്കെ ഉണ്ട്. അപ്പം എല്ലാ കോളേജിലും ഇങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ ആയിട്ട് എന്തെങ്കിലും നടത്തണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എല്ലാ കുട്ടികളും ഇത് സഫർ ചെയ്യുന്നുണ്ട്. എല്ലാ കോളേജിലും ഇതുപോലത്തെ റാം എല്ലാ കോളേജിലും ഉണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു HOD ഉണ്ട്. സാറാണെങ്കിൽ എൻ്റെ സീനിയർ ചേച്ചിമാർക്ക് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ അതൊക്കെ സത്യങ്ങളാണ്. ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് പണിഷ്മെന്റ് ആയിട്ട് 20,000 ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ പറയുന്നത്. പിന്നെ അതുപോലെ എക്സാം അയാൾക്ക് മൂഡില്ലെങ്കിൽ അയാൾ നീ എക്സാം എഴുതണ്ട, എനിക്ക് മൂഡില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക. യൂണിവേഴ്സിറ്റി എക്സാം ഇന്റേണൽ അല്ല, യൂണിവേഴ്സിറ്റി എക്സാം എഴുതിപ്പിക്കാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇമ്പോസിഷൻസ് കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഫുൾ എഴുതാൻ വേണ്ടി പറയുക. ഇങ്ങനത്തെ HODs നമ്മളെ കോളേജിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും കോളേജിന് എഗെയിൻസ്റ്റ് അല്ല, നമ്മൾ കോളേജിന്റെ സ്റ്റാഫിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. കോളേജിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അവിടെ കുറച്ച് സ്റ്റാഫ് ഉണ്ട് ഇങ്ങനെ. അപ്പം നമുക്ക് ഇനി അവിടെ പഠിക്കാം. ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പം എനിക്ക് ഇനിയും ഉണ്ട് അവിടെ 5-5.5 വർഷം അവിടെ നിൽക്കേണ്ട. അപ്പം ഇങ്ങനത്തെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ നാളെ ഇനി പേടിച്ചേക്ക് നമുക്ക് വീണ്ടും പോവേണ്ടി വരും. അപ്പം ഇങ്ങനത്തെ സ്റ്റാഫ് ഇനി ആ കോളേജിൽ വേണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. എന്റെ അഭിപ്രായം അതാ. നമുക്കൊരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതണമെങ്കിൽ 80% അറ്റൻഡൻസ് ഉണ്ടായാൽ മതി. ബാക്കി 20% എന്ത് തന്നെ എടുക്കുന്നതെന്ന് നമ്മളവിടെ പറയണം. ലൈക്ക് അത് നമുക്കിനി ഇപ്പം എത്ര വയ്യാതായിരുന്നാലും എത്ര ഇതായിരുന്നാലും നമുക്ക് ആ ഒരു ലീവ് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇൻ കേസ് ഒരു ലീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പണിഷ്മെന്റ്സ് ആണ്. ലൈക്ക് ഒരു ബുക്ക് ഫുൾ എഴുതിയിട്ട് ചെല്ലുക, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് എഴുതുക, അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങിക്കൊടുക്കുക. ഇപ്പൊ തന്നെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം അപ്പിയർ ചെയ്യേണ്ട 2 കുട്ടികളെ എഴുതിക്കുന്നില്ല. എന്താണ് എല്ലാം പാസ്സായതാണ്, അറ്റൻഡൻസ് ഫുൾ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും അവർക്ക് എക്സാം എഴുതാൻ വേണ്ടി ആ സാറ് സമ്മതിക്കുന്നില്ല. എനിക്ക് മൂഡില്ല എന്നാ പറഞ്ഞേ. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ അതൊക്കെ സഫർ ചെയ്യണം എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ഈ ഇൻസിഡൻസ് ഇനി കോളേജിൽ ഉണ്ടാവാൻ പാടില്ല. എത്ര പേരുടെ ജീവിതം ഇങ്ങനെ പോകുന്നത്, എത്ര പേരെ ബാക്ക് അയക്കുന്നത്, എത്ര പേര് ഇങ്ങനെ 2011, 2017 കയറിയ ആൾക്കാരായിട്ട് ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ എന്തോ ഗ്രഡ്ജ് വെച്ച് തീർക്കുന്നതാണ് ആക്ച്വലി സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഹോസ്റ്റലിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. 2 മണിവരെയൊക്കെ നിർത്തിയിട്ട് നമ്മളെ റാഗ് ചെയ്യുക. സ്റ്റാഫ് തന്നെ ഉണ്ടാവും അവിടെ, ഹോസ്റ്റലിൽ സ്റ്റാഫ് ഉണ്ടാവും, അവർ പിടിച്ചു നിർത്തി റാഗ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം വന്നപ്പോഴൊക്കെ നമ്മുടെ സീനിയേഴ്സ് പറഞ്ഞ എടാ ഇങ്ങനെയാണ് ഇവിടെ, ഇത് ഇങ്ങനെയാണ്, ഇതിപ്പോ എല്ലാവർക്കും ഓക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞു കുട്ടികൾ. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആരും ഒന്നും ഇതിനൊന്നും റിയാക്ട് ചെയ്യാത്തത്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ആർച്ചാൻ കീർത്തി മക്കളെ, നിങ്ങളുടെ കൂടെ ധാർമ്മിക പിന്തുണയുമായി നമ്മൾ 24 ഉണ്ടാകും, കേരളവും ഉണ്ടാകും. കാരണം ഈ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുട്ടികൾ അനുഭവിക്കാൻ പാടില്ല. കോളേജുകളിൽ സരസ്വതി ക്ഷേത്രം എന്നൊക്കെ നമ്മൾ ഒമന പേരിട്ട് വിളിക്കുന്ന സ്ഥലമല്ലേ ഈ കോളേജും സ്കൂളും ഒക്കെ തന്നെ, അത് പാടില്ല. എന്തായാലും നിതിൻ രാജ് ഒരു കണ്ണീർ ഓർമ്മയാണ് നമുക്ക് മുന്നിൽ. നിങ്ങൾ അവസരം കിട്ടുമ്പോഴൊക്കെ അമ്മയച്ഛയും ഫോൺ ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ പോവുക. അങ്ങനെ ഒരുപക്ഷെ നിതിൻ രാജിൻ്റെ കൂടെ പഠിച്ചവർ എന്നുള്ള നിലയിൽ ആ അമ്മയ്ക്കും അച്ഛനും നിങ്ങളെ കാണുമ്പോൾ ഒരു ആശ്വാസമായിരിക്കും. അത് ചെയ്യാതെ മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഈ മോർണിംഗ് ഷോയിൽ വന്നതിനും താങ്ക് യു. തുറന്നു പറയാൻ കാണിച്ച ധൈര്യത്തിനും നന്ദി. താങ്ക് യു മക്കളെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. കണ്ണൂർ ദന്തൽ കോളേജിലെ കീർത്തിയും ആർച്ചയുമാണ് നമുക്കൊപ്പം ചേർന്ന്. ആർച്ച ക്ലാസ്മേറ്റ് ആയിരുന്നു നിതിൻ രാജിൻ്റെ, കീർത്തി സീനിയറാണ്. എന്തായാലും ഇവർ രണ്ടുപേരും കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിൽ ഡോക്ടർ സംഗീത എന്നുള്ള അധ്യാപിക ഇതിൽ നിരപരാധിയാണ് എന്നുകൂടി കുട്ടികൾ പറയുന്നു. അവരെങ്ങനെയാണ് ഈ കേസിൽ പെട്ടുപോയെന്ന് അറിയില്ല എന്നും പറയുന്നു. എന്തായാലും ഡോക്ടർ റാമിനെക്കുറിച്ച് ഇവർക്കെല്ലാം കടുത്ത നിലപാടുകളുണ്ട്. ഡോക്ടർ റാം കുട്ടികളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന അധ്യാപകനാണെന്ന് പറയുന്നു. ഇവരൊക്കെ അധ്യാപകൻ്റെ കുപ്പായം ഇടുന്നത് തന്നെ നമുക്ക് നാണക്കേടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.